എല്ലാവർക്കും സ്പൈസി ആൻഡ് ട്വിസ്റ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പാണ്. ആദ്യമായി തന്നെ ചൂടായ പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. ആദ്യമായി തന്നെ നമുക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവനുസരിച്ച് പിന്നെ ഒഴിക്കാൻ പോകുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന കഷ്ണത്തിൻ്റെ വലുപ്പം അനുസരിച്ച് കുക്കിംഗ് ടൈം വേരി ചെയ്യും. നമുക്കിനി ഒരു 5 മിനിറ്റ് ഇത് വേവിക്കുന്നതിന് വേണ്ടി വെച്ച് കൊടുക്കാം. വെജിറ്റബിൾസ് ഹാഫ് കുക്കായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. സാധാ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ടതില്ല. ഈ കോൺഫ്ലോർ മിക്സ് ഇനി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയി നന്നായി ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാം. കോൺഫ്ലോറിൻ്റെ വെള്ള നിറം മാറി വരുമ്പോഴത്തേക്കും കുക്കായെന്ന് മനസ്സിലാക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റത്തോളം വെയിറ്റ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ കോൺഫ്ലോറും വെജിറ്റബിൾസും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.